Hey guys, welcome back to my YouTube channel. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സയൻസ് സിറ്റിയിലാണ്. ഇത് എവിടെയാണെന്നറിയോ? ഇത് കോട്ടയം ജില്ലയിലെ കോഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സയൻസ് സിറ്റിയിലെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഗൈസ്. അപ്പോൾ ഈ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ MC റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ മൂവാറ്റുപുഴ റൂട്ട്, കോട്ടയം റൂട്ട് MC റോഡാണ്. കുറവേലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ അടുത്തായിട്ടാണ് കോഴ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഇവിടെയാണ് കേട്ടോ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. റീസെൻ്റ്ലി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു. 3D ഷോയ്ക്ക് 30 ആണ്. പിന്നെ നോർമൽ എൻട്രി ഫീ 30. നമ്മൾ 2 പേരുള്ളതുകൊണ്ട് 120 റുപ്പീസ് ആയിട്ടോ. ഗൈസ്, കുട്ടികൾക്ക് 20 റുപ്പീസ് ആണ് കേട്ടോ. ഗൈസ്, കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. സയൻസ് സെൻറ്ററിൽ എന്തൊക്കെയുള്ളതെന്ന് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സയൻസ് സെൻറ്റർ കൂടാണ്ട് സയൻസ് പാർക്ക് ഉണ്ട്, പിന്നെ ദിനോസർ എൻക്ലേവ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഡയറക്ഷൻസ് ഒക്കെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങോട്ടൊക്കെ വെച്ച് പോകുന്നത്? നമ്മൾ ആദ്യമേ സയൻസ് സെൻറ്ററിലോട്ട്. ഓക്കെ, നമുക്ക് സയൻസ് സെൻറ്റർ ശാസ്ത്ര കേന്ദ്രത്തിലേക്ക് ആദ്യം പോകാം. ഇവിടെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപങ്ങൾ കാണാം. ഈ ബട്ടൺ ഞെക്കുവാണെങ്കിൽ അതെ, ഈ ബട്ടൺ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ആവും. അപ്പോൾ അവിടെ ഒരു മിററിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് വരുന്നുണ്ടല്ലേ. അപ്പം അതിങ്ങനെ ഒരു എന്ത് രൂപമാണെന്ന് എക്സാക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കുറേ രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നോക്കൂ, മാജിക് വാട്ടർ ടാപ്പാണേ. കുട്ടികൾക്കൊക്കെ ഇവിടെ വരികയാണ് ഒരുപാട് ഇഷ്ടപ്പെടും. കാരണം സയൻസ് റിലേറ്റഡ് തിങ്സ് ആണല്ലോ. മാജിക് വാട്ടർ ടാപ്പ്, ടാപ്പിലേക്ക് വെള്ളം എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് നോക്കിക്കേ, ഇവിടെ സ്പിന്നിങ് ഇറേസർ എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന റെഡ് ബട്ടണിലേക്ക് മാത്രം നോക്കുക. എന്നിട്ട് ഇത് കറങ്ങാനുള്ള സംഭവം നമ്മൾ ഒരു ബട്ടണുണ്ട്, അത് ഞെക്കണം. ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ യെല്ലോ ഡോട്ട്സ് ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. യെല്ലോ കാണാൻ പറ്റുന്നോ വെച്ചു? എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന് കാണാൻ പറ്റുന്നുണ്ടോ? മാഞ്ഞു പോകുന്നുണ്ടോ? ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ കറക്റ്റ് കോൺസെൻട്രേഷൻ ആയിട്ട് നോക്കിയാലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ സംഭവം. ഇതുണ്ടോ, ഇവിടെ ഫൺ മിറേഴ്സ് ഉണ്ട്. അതായത് കോൺക്ലേവും കോൺവെക്സ് ലെൻസുകളൊക്കെയാണ് കേട്ടോ. ഈ കോൺകേവ് ലെൻസിൽ നമുക്ക് ആക്ച്വലി ഒരു നീളമുള്ള പോലെ തോന്നുന്നത്. ഞാൻ ആക്ച്വലി നീളത്തിലാട്ടോ നിൽക്കുന്നത്. ഇത് നോർമൽ മിറർ ആണോ അതോ കോൺവെക്സ് ആണോ? ഇപ്പം എന്തായാലും കോൺവെക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രസമില്ലേ, കളർ ഷാഡോ. എടാ കിച്ചു, കളർ ഷാഡോ കണ്ടോ? ഇത് നല്ല രസമുണ്ട്. നമുക്ക് 3D ഷോ ഉണ്ട്. ഒരു 5 മിനിറ്റിൽ അത് തുടങ്ങും. ബെല്ലടിക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. നിങ്ങൾ 3D ഷോ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എക്സ്ട്രാ 30 റുപ്പീസ് കൊടുക്കണം. ഓരോ ടൈം വെച്ചിട്ടാണ് ഇവിടെ 3D ഷോ നടക്കുന്നത്. ഇപ്പം നമ്മൾ 10:30 ഷോയ്ക്കാണ് കേട്ടോ കയറുന്നത്. ഞങ്ങളങ്ങനെ 3D ഷോ കണ്ടിട്ട് ഇറങ്ങിയിട്ടോ. 3D ഷോ വലിയ കുഴപ്പമില്ലായിരുന്നു. കുഞ്ഞു പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാനിങ്ങനെ വെറുതെ കണ്ടിരുന്നു. നമ്മുടെ യൂണിവേഴ്സിനെ പറ്റിയിട്ട്, പിന്നെ നമ്മുടെ എർത്തിനെ പറ്റിയിട്ടൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രസമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു? കുഴപ്പമില്ലായിരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കുട്ടികൾക്കായിരിക്കും ഇത് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറെ കുരങ്ങും പാമ്പും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇടയ്ക്ക് പേടിക്കാനൊക്കെ ഉള്ള, പാമ്പിനെ കണ്ടാ പേടിക്കും, വേറെ ഒന്നും പേടിക്കൂല. 3D ആണ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അങ്ങനെ
ഇതാണ് ഇമ്പോസിബിൾ മിക്സ്ചേഴ്സ്. ഒരിക്കലും ഇത് മിക്സ് ആവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രീവിയസ് കളറിലെ അതുപോലെ തന്നെ വരും. അഞ്ചു ബേബി പറ്റുന്ന പരിപാടിക്ക് പോയാൽ പോരെ? എടാ ഇത് വീഴണ്ടേ ആയത്, പക്ഷെ കറങ്ങിക്കൊണ്ടിരിക്കാം. അതെ വീണ് 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 വീണ്. പറ്റില്ല പറ്റില്ല ഗൈസ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. മല കയറും കോൺ. നമ്മളത് താഴെ കൊണ്ട് വെച്ചിട്ട് ഈ സാധനം ഇത് തന്നെ കയറും. ഒന്നുകൂടെ കാണിച്ചു തരാം. സൈഡ് ചെയ്തോ? ആ ഇതിങ്ങനെ താഴത്തേക്ക് കൊണ്ടേ നമ്മൾ വെക്കണം. എന്നിട്ട് ഇത് തന്നെ മല കയറും എന്നാണ് പറയുന്നത്. നോക്കാം. കൊള്ളാം 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 ഗൈസ്. ഇതെന്താണെന്നറിയോ? ന്യൂട്ടൻ്റെ തൊട്ടിൽ. അതായത് ഞാൻ ഒരു ബോളാണ് വിടുന്നത്. ഒരു ബോൾ വിടുമ്പോഴത്തേനും ഇവിടുന്ന് ഒരു ബോൾ അങ്ങോട്ട് തെറിക്കും. നമുക്ക് നോക്കാം. ഇനി 2 ബോൾ വിടാം. അപ്പം ഞാൻ 2 ബോൾ വിടുവാണേ. കണ്ടോ? ചെറുതായിട്ട് കണ്ടോ 2 എണ്ണം മാറിയത്? അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 3 ബോൾസ് വിടുവാണെങ്കിൽ അവിടെ 3 ഇതാവും. കണ്ടോ കണ്ടോ? കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഇതാണ് ന്യൂട്ടൻ്റെ തൊട്ടിൽ. നമ്മളിപ്പോൾ മ്യൂസിക്കൽ ട്യൂബുകൾ കാണാൻ വന്നേക്കുവാണേ. ഇത് കണ്ടോ? ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഓരോരോ ഒച്ച കേൾക്കും. ഓരോ ട്യൂബിൽ നിന്ന് ഓരോ ഒച്ചയാണ് വരുന്നത്. ഇത് കണ്ടോ ഗൈസ്? ഈ മാഗ്നറ്റ് തിരിയുന്ന അനുസരിച്ച് ഇത് അവിടെയുള്ള ആ സബ്സ്റ്റൻസസ് തിരിയുന്നുണ്ടോ? ആ നീഡിൽസ് തിരിയുന്നുണ്ടോ? ഇതാണ് ലൈൻസ് ഓഫ് ഫോഴ്സസ്, അതായത് കാന്തിക ബലരേഖകൾ. നമുക്കില്ലേ മാഗ്നറ്റിൻ്റെ ഷേപ്പ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. വായിച്ചു കാണിച്ചു തരാം. അതായത് ഞാൻ ഈ സാധനം ഇവിടെ വെക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇത് വരും. എന്ന് പറഞ്ഞൊരു ഡോട്ടാണ്. അപ്പോൾ ആ ഡോട്ടിലേക്ക് വരുന്നത് കണ്ടോ? ഇനി നമുക്കൊരു സർക്കിളിൻ്റെ നോക്കാം. കണ്ടോ? സർക്കിൾ പോലെ ആവും. കണ്ടോ? ഇത് ജമ്പിങ് ഡിസ്ക് ആണ്. ഞാൻ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതിൽ ഞെക്കുക. അപ്പോൾ ഈ ഡിസ്ക് ഇങ്ങനെ ജമ്പ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ? ഈ കാണുന്നതാണ് കേട്ടോ ഓർബിറ്റ് ബൈക്ക്. അപ്പം ഒരു സൈക്കിളിൻ്റെ പെഡൽ പോലെ 2 പെഡലുകളുണ്ട്. പിന്നെ മേളിൽ നമുക്ക് പിടിക്കാനായിട്ട് 2 കയറ് പോലത്തെ സംഭവങ്ങളുണ്ട്. അതിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മളിത് ചവിട്ടാനായിട്ട്. എനിക്ക് ആദ്യമേ ചവിട്ടാൻ നല്ല പാടായിരുന്നു. പിന്നെ കുറച്ചങ്ങ് ചവിട്ടി തുടങ്ങിയപ്പോഴത്തേനും അത്യാവശ്യം ബാലൻസായി. മാക്സിമം നമ്മൾ കൈ ഉയരത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചവിട്ടാൻ പറ്റും. കൈ എന്തോരം താഴ്ത്തും തോറും നമ്മുടെ ബാലൻസ് കുറച്ച് പോകുന്ന പോലെ തോന്നും കേട്ടോ. ഭയങ്കര രസമായിരുന്നേ. പക്ഷെ നമ്മൾ കുറച്ച് ടയേർഡാവും ഇത് 1-2 തവണ ചുറ്റി വരുമ്പോഴത്തേനും. നമ്മളെ ഈ സയൻസ് സെൻറ്ററിൽ ഫൺ സയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം, ഒരു ഫ്ലോർ മൊത്തം ഫൺ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു സൈക്കിൾ എവിടെ ക്ഷീണിച്ചിരിക്കാം. ഇനി നമ്മൾ മറൈൻ ബയോളജി ഗാലറി. ഓക്കെ. സമുദ്ര ജീവശാസ്ത്രം മറൈൻ ബയോളജി ഗാലറി കാണാൻ പോകണം കേട്ടോ. അവിടെ മറൈൻ, ഇവിടെ എമർജിങ്. എമർജിങ് ടെക്നോളജി. ഇതൊന്ന് റോബോട്ടിക്സ് ആണ്. അഗ്രോടെക്, അഗ്രികൾച്ചർ, ഫ്യൂച്ചർ ഫാമിംഗ്. ഫ്യൂച്ചർ ഫാമിംഗ് വിത്ത് റോബോട്ട്സ്. നമ്മളെല്ലാവരും ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അതിൻ്റെ കൂടെ റോബോട്ട്സിൻ്റെ ഹെൽപ്പും കൂടെ ആയിക്കഴിഞ്ഞാൽ കൃഷിയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റില്ലേ? അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയുന്നതാണ് കേട്ടോ ഇവിടെ. ഇവിടെ നെല്ല്, ഇറ്റ്സ് ഹൈബ്രിഡ് റൈസ് വെറൈറ്റി. പിന്നെ ഗോതമ്പിൻ്റെ വേറൊരു വെറൈറ്റി. ഇതെന്താണോ ബജ്ര. അങ്ങനെ കുറേ അത് നമ്മുടെ കോൺ, മെയ്സ്, ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്യൂച്ചർ കൾച്ചേഴ്സ്. ഇതില്ല ഗൈസ്, കുറേ വായിച്ചു നോക്കാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് മാക്സിമം ഞാൻ ഓടിച്ച് കാണിക്കാം കേട്ടോ. ഓക്കെ, അത് കാണിക്കുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് അല്ലേ? കള്ള ക്ലാപ്പ് ചെയ്യോ? ഹലോ.
രസമുണ്ട് കേട്ടോ. എന്തോ ആ അതെ ചെയ്തോ കഴിഞ്ഞോ. ഇങ്ങനെ മാപ്പുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ സാൻഡ് ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ഇങ്ങനെ ഈ സാൻഡ് നമ്മളിങ്ങനെ മാറ്റി കഴിയുമ്പോഴത്തേനും ഓരോ എനിക്ക് തോന്നുന്ന റിമോട്ട് സെൻസിങ് വെച്ചിട്ടില്ലേ മാപ്പുകൾ ഇവിടെ ഡിസ്പ്ലേ ആവും. കണ്ടോ, ഇപ്പോൾ ഡിസ്പ്ലേ അയക്കുന്ന മാപ്പ് നോക്കിക്കേ. ഇൻട്രസ്റ്റിംഗ്. ഇത് കിച്ചു അവിടെ പിയാനോ വായിച്ചുകൊണ്ടിരിക്കുക. എടാ നിനക്ക് ഹാപ്പി ബർത്ത്ഡേ ടു പാടാൻ അറിയോ? നോട്ട്സ് ഉണ്ടെങ്കിൽ പാടാൻ പറ്റത്തുള്ളൂ. നോട്ട്സ് നോക്കിയാൽ നമുക്ക് വായിക്കാനോ? ഇതിനകത്ത് നോട്ട്സിന്റെ ബട്ടൺ ഏതാണെന്ന് അറിയത്തില്ലല്ലോ. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അന്റാർട്ടിക്ക. ഏ അയ്യോ ഇവിടെ ഭയങ്കര തണുപ്പ് ചളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു കേട്ടോ, മറൈൻ സയൻസ്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഓരോ മറൈൻ സ്പീഷീസ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ വേറൊരു സാധനമുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേൾക്കുമെന്നാണ് പറയണത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ചെവി വെച്ച് നോക്കാം. നിനക്ക് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം കേൾക്കാം കേൾക്കാം. ആ എനിക്ക് കേൾക്കാം. ഞാൻ നിന്നെ ഒന്ന് കാണിക്കട്ടെ, പോവല്ലേ ഗൈസ്. അവൻ അവിടെയാണ് നിൽക്കുന്നത്. അവൻ പറഞ്ഞ എനിക്ക് ഇവിടെ ഏതാ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? കുശു കുശിക്കുന്ന പൂന്തോട്ടം. ഇൻട്രസ്റ്റിംഗ് അല്ലേ? വിസ്പറിങ് ഗാർഡൻ. ഇവിടെ ഇല്ലേ ഇങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ പ്രതിമയുടെ വായിൽ പറഞ്ഞാൽ ഇത് അവിടെ കേൾക്കാം. അങ്ങനെയൊക്കെ കൊള്ളാം. മഴ തുടങ്ങിയപ്പോൾ നമുക്ക് അത് നൈസായിരുന്നു അല്ലേ ഇച്ചു? കൊള്ളായിരുന്നു. ക്ലിയർ ആയിരുന്നു അവിടെ? ആ ക്ലിയർ ആയിരുന്നു. സൗണ്ട് ഇച്ചിരി കുറവായിരുന്നു, എന്നാലും കേൾക്കാവുന്നത്. ഓക്കെ. ജുറാസിക് പാർക്ക് പിള്ളേരെ കണ്ട് വരുവായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ഇച്ചു പിള്ളേർക്ക് സെറ്റായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ആക്ച്വലി സയൻസ് സിറ്റി എന്നാണ് ഇതിന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു സയൻസ് ടൗണേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട്. വൈഡ് വെറൈറ്റി ഓഫ് ഡിനോസേഴ്സ്. അപ്പറയുണ്ട് കേട്ടോ ഡിനോസേഴ്സ്. കണ്ടോ ഡിനോസർ, ഓരോന്നിൻ്റെ പേരും അതെന്താണ് കഴിക്കുന്നത്. ഇത് ആക്ച്വലി ഇതിൻ്റെ പേര് ഡിമോഡ്രൻ എന്നല്ലേ? കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഇത് ആക്ച്വലി മാംസഭോജി ആയിരുന്നു. നമ്മൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഡിനോസറൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വെറൈറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എൻ്റെ ഫേവറേറ്റ് ഈ ദിനോസറാണ് കേട്ടോ. പോകുന്നില്ലല്ലോ, ഓടിക്ക് കറക്കട. അതെന്താ പോവാത്തെ? ഇത് വേഗത്തിൽ കറങ്ങും. കസേര ഇരിക്കുക, ഭാരങ്ങൾ രണ്ടും കൈവിടാതെ കൈയെത്താവുന്ന ദൂരത്തേക്ക് തള്ളി മാറ്റുക. കൈയെത്താവുന്ന ദൂരത്തേക്ക് കൈ വിടാണ്ട് തള്ളി മാറ്റുക, കറങ്ങും. ഫൈനലി നമുക്ക് കറങ്ങാൻ പറ്റി. അതാ ഇനിഷ്യലി നമ്മളൊന്ന് കറക്കി കൊടുക്കണം, പിന്നെ അവർ നോക്കിക്കോളും. ഇതെങ്ങനെ നിർത്തണേ? ഇപ്പൊ ബലമായിട്ട് നിർത്തിക്കേ, കാല് താഴെ വെച്ചിട്ട്. ഇവിടെ നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ, കാറുകൾക്കും. അവിടെ ബൈക്ക്. നമ്മുടെ സ്കൂട്ടറല്ലേ കൊണ്ടുപോണേ? നമ്മുടെ സ്കൂട്ടറാണ്. അയ്യോ ചിലപ്പോൾ ഒതുക്കി വെച്ചായിരിക്കും. ഫുഡ് കോർട്ടിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു. നല്ല ആംബിയൻസ് ആണല്ലേ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്, നല്ല ക്ലീനും. ഇവിടെ ബിരിയാണി മീൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ. ഗൈസ്, അപ്പം നമ്മൾ സയൻസ് സിറ്റി ഏകദേശം കണ്ടു തീർത്തിട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇവിടെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല അടിപൊളി. അപ്പം നിങ്ങൾക്ക്
സയൻസ് സിറ്റിക്ക് അടുത്താണെങ്കിൽ ഇടയ്ക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ വന്നിട്ട് കണ്ടിട്ട് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ബൈ.